അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സേമിയ ഉപ്മാവാണ് കേട്ടോ. എന്നാൽ പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ വേഗം ചോറിനുള്ള അരി കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈസി കുക്കിൽ. പിന്നെ വേഗം കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മഴ പെയ്തിട്ട് നല്ലപോലെ ചളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചെടി കുഴിച്ചിടലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം മുറ്റടിക്കാൻ നിന്നു കേട്ടോ. മുറ്റടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കും മുറ്റടിഞ്ഞേക്കായി വർത്താനായിരിക്കും കേട്ടോ. അയലക്കത്ത് നാരനയിലൊക്കെ വർത്താനത്തിന് കിട്ടും. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഇനിയിപ്പോൾ ചാറും കൂട്ടാനൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടക്കക്കറി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള വെണ്ടക്കക്കറിയും പിന്നെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഉപ്പേരിക്ക് പ്രത്യേകിച്ചും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനും മക്കളും ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഉണ്ടാക്കി ഒരു ചമ്മന്തിയും കൂടെ ആയാൽ അടിപൊളിയല്ലേ. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ ഇടികല്ലിൽ ഇട്ടുങ്ങാണ്ട് കുത്തിയടിച്ച് എടുത്തിട്ടുണ്ട്. അതും അവിടെ സെറ്റായിട്ടുണ്ട്. 2 പപ്പടം കൂടിയും കാച്ചി കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ.